ഭരണം എത്ര നന്നായാലും ഞങ്ങൾ നന്നാകില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച ചില പോലീസുകാരും ലോകത്തെ മുഴുവൻ വിമർശിക്കുന്ന ഞങ്ങളെ ആരും വിമർശിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ചില മാധ്യമ പ്രവർത്തകരും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് പറയാനുണ്ടായ സാഹചര്യം രണ്ട് ചിത്രങ്ങളിലൂടെ വിശദീകരിക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീൻ കാണുന്നത് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ പ്രതി ദേവദാസിന്റെ ചിത്രമാണ്. അയാളുടെ കയ്യിൽ കൈവിലങ്ങുകളില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗമയോടെ അയാൾ പോലീസുകാർക്കൊപ്പം നിൽക്കുന്നു. ഇനി മറ്റൊരു ചിത്രം കൂടി കാണിക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീൻ കാണുന്നത് റഷീദ് ചെമ്പൻ എന്ന DYFI പ്രവർത്തകനെ 24 ന്യൂസിന്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത വിധമാണ്. ഈ DYFI വലിയ പരാതികളാണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. കാരണം ഇയാളുടെ വീട് വളർന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തു എന്നും 24 ന്യൂസ് മാത്രം കവർ ചെയ്യാനുണ്ടായിരുന്നപ്പോൾ ഇയാളെ കൈവിലങ്ങുകൾ അണിയിച്ച് 24 ന്യൂസ് ക്യാമറയുടെ മുന്നിൽ കൂടി നടത്തിച്ചു കൊണ്ടുപോയി എന്നുമാണ് ആരോപണം. ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരൂരങ്ങാടി SHOയ്ക്കെതിരെ DYFI ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും അവിടെ DYFI ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഒരു പരാതി ഈ SHOയ്ക്കെതിരെ നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മാധ്യമത്തെ വിമർശിച്ചു എന്നത് കൈവിലങ്ങുകൾ അണിയിക്കപ്പെടേണ്ട ഒരു കുറ്റമാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നത്. കാരണം റഷീദ് ചെമ്പനെ അറസ്റ്റ് ചെയ്ത വിധത്തിൽ ഒരുപാട് പരാതികളുണ്ട് എന്നതിനേക്കാൾ ഉപരി ഇത്തരത്തിൽ കൈവിലങ്ങുകൾ വച്ച് ഒരു DYFIയുടെ ആരോപണം ശരിയാണെങ്കിൽ ഒരു മുൻകൂട്ടിയുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ 24 ന്യൂസ് ക്യാമറയുടെ മുന്നിൽ കൂടി ഇയാളെ നടത്തിച്ചു കൊണ്ടുപോകേണ്ട എന്താവശ്യമായിരുന്നു. അയാൾക്ക് കോടതി ഹാജരാക്കിയ ഉടൻ തന്നെ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മാധ്യമങ്ങൾ എന്തിനാണ് അവർക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളെ ഇത്ര അസഹിഷ്ണുതയോടെ കാണുന്നു എന്നത് തന്നെയാണ്. 24 ന്യൂസിന്റെ ഉടമകളിൽ ഒരാളായ ശ്രീകണ്ഠൻ നായരെ അധിക്ഷേപിച്ചു എന്ന് കാണിച്ചാണ് 24 ന്യൂസ് ഇയാൾക്കെതിരെ പരാതി നൽകുന്നത്. ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം 2024 ഡിസംബർ 28-ന് പ്രതിഭ MLAയുടെ മകൻ കനിവ് കഞ്ചാവുമായി അറസ്റ്റിലായി എന്ന 24 ന്യൂസിന്റെ വാർത്തയിലാണ് തുടങ്ങുന്നത്. അന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, 28-ാം തീയതി വൈകുന്നേരം 24 ന്യൂസ് അടങ്ങുന്ന മാധ്യമ സംഘം നൽകിയ വാർത്ത പ്രതിഭയുടെ മകൻ കനിവ് 90 ഗ്രാം കഞ്ചാവുമായി അറസ്റ്റിൽ എന്നായിരുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കഞ്ചാവിന്റെ അളവ് കുറയുന്നത് മാധ്യമ വാർത്തകളിൽ 24ന്റെ അടക്കമുള്ള വാർത്തകളിൽ നമ്മൾ കണ്ടിരുന്നു. അത് 3 ഗ്രാമായും 2 ഗ്രാമായും മാറുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഒരേ കേസിൽ 2 തൂക്കം രേഖപ്പെടുത്താൻ കഴിയുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നിറഞ്ഞ റിപ്പോർട്ടിങ്ങിനെ തുറന്നു കാണിക്കുകയായിരുന്നു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ റഷീദ് ചെമ്പൻ ചെയ്തത്. അതിനെ അധിക്ഷേപമായൊക്കെ വിലയിരുത്തി അതിനെതിരെ കേസ് നൽകുന്ന 24 ന്യൂസ് മാനേജ്മെന്റ് മറക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ലോകത്ത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടന വിമർശിക്കാനും പരിഹസിക്കാനും ഒക്കെ അവകാശം നൽകിയിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മാത്രമല്ല, ഓരോ ഇന്ത്യൻ പൗരനും വിമർശിക്കാനും ക്രിയാത്മകമായ വിമർശനം ഉന്നയിക്കാനുമുള്ള അവകാശമുണ്ട്. അത് മറന്നുകൊണ്ട് ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും കേസ് നൽകി അതിനെ ഒരു വലിയ സംഭവമായി ഊതിപ്പെരിപ്പിച്ച് ആ പ്രതിയെ കൈവിലങ്ങ് വെച്ച് നടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഷൂട്ട് ചെയ്ത് തങ്ങളുടെ ചാനൽ മുറിയിൽ കാണിക്കുന്ന മനസ്സ് യഥാർത്ഥത്തിൽ വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയുടെ തെളിവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരള പോലീസിന്റെ ഇത്തരം കേസുകളിലെ സമീപനവും അതോടൊപ്പം മാധ്യമങ്ങൾ വിമർശനങ്ങളെ നേരിടുന്ന രീതിയും ഒരുപോലെ വിമർശനത്തിന് വിധേയമാക്കപ്പെട്ട ഒരു സംഭവമാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു.